Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So we are discussing the first chapter of CBSE class 9 students. CBSE 9th സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മാറ്റർ അറൌണ്ട് us. Okay, matter in our surrounding. Sorry, the chapter name is matter in our surrounding. ഇപ്പം ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് ആയിരുന്നു. So in our first class we discussed the first basic concepts related to matter, then physical nature of matter, then characteristics of particle in matter. Okay, ഈ മൂന്ന് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. Now we are going to discuss about states of matter. Okay, now we are going to discuss about states of matter. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നൊരു ടോപ്പിക് ആണ്. അപ്പം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ മീൻസ് അവസ്ഥകൾ. ഓക്കെ, സ്റ്റേറ്റ് മീൻസ് അവസ്ഥ. അപ്പം നിങ്ങൾക്ക് നോർമലി അറിയാവുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ. സോളിഡ് സ്റ്റേറ്റിനെ പറ്റി അറിയാം, ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റി അറിയാം, ഗേഷ്യസ് സ്റ്റേറ്റിനെ പറ്റിയും നിങ്ങൾക്ക് അറിയാം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദാറ്റ് things related to solid state, liquid state and gaseous state. Okay, solid state ne pattiyum, liquid state ne pattiyum, gaseous state ne pattiyuമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസ്ഡ് ഓൺ ദ പാർട്ടിക്കിൾ നേച്ചർ വി ആർ ക്ലാസിഫൈങ് ദ മാറ്റർ ഇൻടു സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, ഈ മാറ്ററിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന വേരിയേഷൻ മൂലമാണ് നമ്മൾ സ്റ്റേറ്റ് മീൻസ് മാറ്ററിനെ സോളിഡ് എന്നും ലിക്വിഡ് എന്നും ഗ്യാസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം മാറ്ററിന്റെ ഉള്ളിൽ എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ വരുന്ന ഡിഫറൻസ് മൂലമാണ് നമ്മൾ മാറ്ററിനെ സോളിഡ് എന്നും ലിക്വിഡ് എന്നും ഗ്യാസ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ബേസിലാണ് നമ്മൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് എന്ത് ചെയ്തിരിക്കുന്നത്? മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ റിലേറ്റഡ് ടു സോളിഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് നമ്മൾ എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ദിസ് പെൻ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതെന്താണെന്ന് കൺസിഡർ ചെയ്യാം, ഒരു സോളിഡ് സ്റ്റേറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഞാനൊരു സ്ഥലത്ത് ഇത് വെച്ചാൽ ഇതിന് എന്തുണ്ട്? കൃത്യമായിട്ടൊരു ഷേപ്പ് ഉണ്ട്, അതിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം, കൃത്യമായൊരു ബൗണ്ടറിയും ഉണ്ട് അല്ലെ. അപ്പം അത്തരം എന്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് സോളിഡ് സ്റ്റേറ്റിന്റെ എല്ലാം ഒരു പ്രത്യേകതയാണ് എന്താന്ന് പറയുന്നത്? അവർക്ക് കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ട്, ദെൻ അവർക്ക് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം, മീൻസ് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ദെൻ ഡിസ്റ്റിങ്ക്ട് മീൻസ് മാറ്റർ മാറുന്നതിനനുസരിച്ച് എന്താണ്? ബൗണ്ടറീസ്, ഡിസ്റ്റിങ്ക്ട് ആയിട്ടൊരു ബൗണ്ടറിയും ഉണ്ട്. ദാറ്റ്സ് ദ തിങ്സ് റിലേറ്റഡ് ടു സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിനെ പറ്റി നമുക്ക് ഫസ്റ്റ് പറയാവുന്ന കാര്യം എന്താണ്? ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പ് ഉണ്ട്, ഡിസ്റ്റിങ്ക്ട് ബൗണ്ടറീസ് ഉണ്ട്, ദെൻ ഫിക്സഡ് വോളിയം ആണ് അല്ലെ. ഫിക്സഡ് വോളിയം ആണ്. ഒരിടത്ത് നിന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്ക് അതിന്റെ വോളിയം എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. ഫിക്സഡ് ആയിട്ടൊരു വോളിയം ഏത് സ്റ്റേറ്റിനുണ്ട്? സോളിഡ് സ്റ്റേറ്റിന് ഉണ്ട്. അതുപോലെ കൃത്യമാണ് അതിന്റെ ഷേപ്പ്, സമയം മാറുന്നതിനനുസരിച്ച് ഷേപ്പ് എന്ത് ചെയ്യില്ല? മാറില്ല. സോ ഡെഫിനിറ്റ് ആയിട്ടൊരു ഷേപ്പും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡിസ്റ്റിങ് ബൗണ്ടറീസും ആണ് ആരുടെ കേസിൽ എന്ന് പറയുന്നത്? സോളിഡ്സിന്റെ കേസിൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് പറഞ്ഞപ്പോ മൊത്തത്തിൽ നമ്മൾ എത്ര ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്നു? എന്ത് പറഞ്ഞിരുന്നു? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് പറഞ്ഞിരുന്നു. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ദർ ഈസ് സ്പേസ് ബിറ്റ്വീൻ ദം, ദെൻ ദേ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് ആൻഡ് അട്രാക്ട് ഈച്ച് അതർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് എന്താണ്? സ്പേസ് ബിറ്റ്വീൻ ദമും അട്രാക്ട് ഈച്ച് അതറും കണ്ടിന്യൂസ്ലി മൂവിങ്. ഈ കാര്യങ്ങളാണ് നമ്മൾ എവിടെ പറഞ്ഞത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ടിക്കിളിനെ പറ്റി പറഞ്ഞിരുന്നത്. ഈ സോളിഡ് സ്റ്റേറ്റിനകത്ത് അവർക്ക് ഡെഫിനിറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് തങ്ങളിലുള്ള സ്പേസ് എങ്ങനെയായിരിക്കണം? സോ സോളിഡ് സ്റ്റേറ്റിന് ഡെഫിനിറ്റ് എന്തുണ്ട്? ഷേപ്പ് ഉണ്ട്. അവർക്ക് എന്തുണ്ട്? ഡെഫിനിറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ട്. ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടെങ്കിൽ അതിനകത്തെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കണം? ഈ പാർട്ടിക്കിൾസ് ഇതിനുള്ളിലെല്ലാം എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവരെല്ലാം വളരെ എന്താണ്? ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലെ. ഈ പാർട്ടിക്കിൾസ് എല്ലാം എന്താണ്? വളരെ ക്ലോസ്ലി, വളരെ അടുത്തായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? വളരെ കുറവായിരിക്കണം. സോ ഇൻ സോളിഡ് സ്റ്റേറ്റ്സ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് വെരി ക്ലോസ്ലി. അപ്പം ഈ ഓരോ പാർട്ടിക്കിൾസും ഇങ്ങനെ ഒന്നിനടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? വളരെ കുറവാണ്. അപ്പം ഇൻ സോളിഡ് സ്റ്റേറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് വെരി ലോ. സോളിഡ് സ്റ്റേറ്റില് പാർട്ടിക്കിൾസ് ഈ സോളിഡ് എന്ന മാറ്ററിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? വളരെ കുറവാണ്. ആ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പം അടുത്തായിട്ടാണ് അവർ ഇരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കണം? വളരെ കൂടുതലാണ്.
ഇനി അവർക്ക് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തായിട്ട് മൂവ് ചെയ്തു പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരുടെ മൂവിങ് എബിലിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി മൂവിങ് മീൻസ് അവർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്ത് പോകാൻ പറ്റില്ല. പക്ഷെ അവരുടെ സ്വന്തമായ ഒരു സ്പേസിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് സോളിഡ് സ്റ്റേറ്റിൽ പറയേണ്ടത്. പാർട്ടിക്കിളുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, വളരെ കുറവാണ്. അവർക്ക് സെക്കൻഡ് നമ്മൾ പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്ത് പോകുന്നില്ല. നെക്സ്റ്റ് വൺ പറഞ്ഞ എന്താണ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. കാരണം അത്രയ്ക്ക് അടുത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, സോളിഡ് സ്റ്റേറ്റ്സിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അപ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. പാർട്ടിക്കിളുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അവര് അവിടെ തന്നെ സ്പേസിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പൊ അവർക്ക് എന്തുണ്ട്, ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്, ഡിസ്റ്റന്റ് ബൗണ്ടറി ആണ്. ഇനി കംപ്രസിബിലിറ്റി, നമുക്ക് അതിനെ കംപ്രസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല അല്ലെ. കംപ്രസിബിലിറ്റി എന്താണ്, നെഗ്ലിജിബിൾ ആണ് അല്ലെ. ഇത് എന്തിന്റെ കേസിൽ വരുന്ന, സോളിഡിന്റെ കേസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഫിക്സഡ് ആയിട്ട് ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്, ഡിസ്റ്റിങ്ക്ട് ആയിട്ട് ഒരു ബൗണ്ടറിയും ഉണ്ട്. ദെൻ കംപ്രസിബിലിറ്റി നെഗ്ലിജിബിൾ ആണ്. ഇനി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പറയാം. ഒരു റബ്ബർ ബാൻഡ്, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്ന സ്പോഞ്ച്, പിന്നെ ഒരു ഷുഗർ. ഓക്കെ, അപ്പം ഈ റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ. എന്നിട്ടും സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഷേപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പിന് എന്ത് വരുന്നുണ്ട്, ആ ഒരു ഷേപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഫോഴ്സ് അവരിൽ നിന്ന് നമ്മൾ അങ്ങ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് മൂവ് ബാക്ക് ടു ഇറ്റ്സ് ഓൺ ഷേപ്പ് അല്ലെ. അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആണല്ലോ. അത് അതിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അല്ലാണ്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് അത്രയും സ്ട്രെച്ച് ചെയ്ത് തന്നെ ഇരിക്കുകയല്ല. നമ്മൾ ആ ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് അതിന്റെ പഴയ ഷേപ്പിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ദെൻ ഷുഗർ നമ്മൾ ഒരു ജാറിൽ ഇട്ട് വെക്കാന്ന് കരുതാം. അപ്പൊ നമ്മൾ പല പല ജാറ് മാറുമ്പോഴത്തേക്ക് അതെന്താകും, ആ ജാറിന്റെ ഷേപ്പായിട്ട് മാറും അല്ലെ. എന്നാൽ അതിനകത്ത് ഓരോ ക്രിസ്റ്റൽസും, ആ ഷുഗറിനകത്ത് ഓരോ ക്രിസ്റ്റൽസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ ഷേപ്പ് ഉണ്ട് അല്ലെ. അതിൻ്റെതായ ഷേപ്പ് ഓരോ ക്രിസ്റ്റൽ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും വോളിയവും ഉണ്ട്. മൊത്തത്തിൽ എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതൊരു ജാറിന്റെ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി സ്പോഞ്ച് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഇൻസൈഡ് ദാറ്റ് സ്പോഞ്ച് ദെയർ ഈസ് ടൈനി പോർസ്. ഈ സ്പോഞ്ചിനുള്ളിൽ എന്തുണ്ട്, കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലെല്ലാം എന്ത് കയറി ട്രാപ്പായിട്ടിരിക്കുകയാണ്, എയർ കയറി ട്രാപ്പ്. അപ്പൊ നമ്മൾ ഈ കംപ്രസ് ചെയ്യുന്ന സമയത്തേക്ക് ഈ എയർ അതിനകത്ത് എന്ത് ചെയ്യും, അങ്ങ് എസ്കേപ്പ് ആവുന്നതുകൊണ്ടാണ് അവിടെ കംപ്രസിബിലിറ്റി വളരെ ഈസി ആകുന്നത്. അപ്പം ഇത് കുറച്ച് എക്സെപ്ഷണൽ കേസസ് ആണ്. നമ്മൾ റബ്ബർ ബാൻഡിന്റെ കാര്യവും മൊത്തത്തിൽ ഒരു ഷുഗറിനെ ജാറിൽ കൺവേർട്ട് ചെയ്യുന്ന കാര്യവും പിന്നെ നമ്മൾ പറഞ്ഞത് സ്പോഞ്ചിന്റെ കാര്യം കേട്ടോ. അപ്പം ഇത് ഇന്ന റീസൺ കൊണ്ടാണ് ഷുഗർ അതിന്റെ ജാറിനകത്ത് ഇടുക. പക്ഷെ ഓരോ ക്രിസ്റ്റൽസ് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ അതിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഉണ്ട്. ദെൻ റബ്ബർ ബാൻഡ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഫോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് അതിന്റെ പഴയ ഷേപ്പിലോട്ട് വരുന്നുണ്ട്. സ്പോഞ്ചിന്റെ കാര്യം എടുക്കുമ്പോൾ എയർ അതിന്റെ ഉള്ളിലെ പോർസിൽ ട്രാപ്പ് ആയതുകൊണ്ടാണ് അത് എന്താവുന്നത്, കംപ്രസിബിലിറ്റി വളരെ ഈസി ആയിട്ട് മാറുന്നത്. ഇത്രയുമാണ് സോളിഡ് സ്റ്റേറ്റിൽ നമുക്ക് പറയാനുള്ളത്. സോളിഡ് സ്റ്റേറ്റിനകത്ത് പാർട്ടിക്കിളുകൾ തങ്ങളിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ അടുത്തിരിക്കുന്നത് കൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. പിന്നെന്ന് പറയുന്നത് മൂവ്മെന്റ്, കണ്ടിന്യൂസ്ലി അവർ അവരുടെ തന്നെ സ്പേസിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് നെഗ്ലിജിബിലിറ്റി. എന്ത് നെഗ്ലിജിബിൾ ആണ്, കംപ്രസിബിലിറ്റി നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എന്തെന്ന് പറയാം, റിജിഡ് എന്ന് പറയാൻ സാധിക്കും അല്ലെ. ആ കംപ്രസിബിലിറ്റി വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് സോളിഡ്സിനെ നമുക്ക് റിജിഡ് എന്ന് പറയാൻ സാധിക്കും. ഇത്രയുമാണ് എന്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, സോളിഡിന്റെ കാര്യത്തിൽ പറയാം. അപ്പൊ ഫിക്സഡ് ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്, ഡിസ്റ്റന്റ് ബൗണ്ടറി ഉണ്ട്, അവരുടെ കംപ്രസിബിലിറ്റി വളരെ നെഗ്ലിജിബിൾ ആണ്. ഇത്രയും പോയിന്റ്സ് നമുക്ക് എന്തിന്റെ കാര്യത്തിൽ പറയാനുള്ളൂ, സോളിഡിന്റെ കാര്യത്തിൽ പറയാൻ ഉള്ളൂ. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പം ലിക്വിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നോർമലി വാട്ടർ കൺസിഡർ ചെയ്യുക. നമ്മൾ വാട്ടറിനെ ഗ്ലാസ്സിലെടുക്കുമ്പോൾ അതിന്റെ ഷേപ്പ് ആകും, ഇനി ഒരു കുപ്പിയിലേക്ക് മാറ്റി അതിന്റെ ഷേപ്പ് ആകും, അല്ലെങ്കിൽ വലിയൊരു ജാറിലോട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ ആ ജാറിന്റെ ഷേപ്പായി മാറും. അപ്പൊ അവർക്ക് എന്തില്ല, ഫിക്സഡ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല. അവർക്ക് ഫിക്സഡ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല. പക്ഷെ എന്തുണ്ട്, വോളിയം ഉണ്ട് അല്ലെ. ഫിക്സഡ് ആയിട്ട് വോളിയം ഉണ്ട്, പക്ഷെ എന്തില്ല, ഫിക്സഡ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ലാത്ത ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്, ലിക്വിഡ്സ് എന്ന് പറയുന്നത്. മാസും ഉണ്ടല്ലോ അവർക്ക്. സോളിഡിനും കൃത്യമായിട്ട് എന്തുണ്ട്, മാസ് ഉണ്ട്. ലിക്വിഡുകൾക്കും എന്തുണ്ട്, മാസ് ഉണ്ട്. പക്ഷെ കൃത്യമായിട്ട് എന്തില്ല, ഷേപ്പ് ഇല്ലാത്ത സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തോട്ട് ഫ്ലോ ചെയ്തു പോകാനുള്ള കഴിവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എന്തെന്ന് പറയാം, ഫ്ലൂയിഡ്സ് എന്ന് പറയാം. സോളിഡിനെ നമ്മൾ റിജിഡ് എന്ന് പറയുന്നു, ലിക്വിഡ്സിനെ നമുക്ക് എന്തെന്ന് പറയാം, ഫ്ലൂയിഡ് എന്ന് പറയാം. കാരണം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഫ്ലോ ചെയ്തു പോകാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്.
ഇനി ഇതിന്റെ കാര്യത്തില് നമുക്ക് ഡിഫ്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, എന്താണ് ഒരു മാറ്റർ മറ്റൊരു മാറ്ററുമായിട്ട് സ്വയം അങ്ങ് മിക്സ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്താന്ന് പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെന്റ് മാറ്റർ ബൈ ദെയർ ഓൺ ഈസ് നോൺ ആസ് ഡിഫ്യൂഷൻ. അപ്പം ഇന്റർമിക്സിംഗ് മീൻസ് എന്താണ്, കൂടിച്ചേരുകയാണ്. എന്താ കൂടിച്ചേരുന്നത്? പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെന്റ് മാറ്റർ, രണ്ട് വ്യത്യസ്ത മാറ്ററിനകത്തുള്ള പാർട്ടിക്കിൾസ് ഇന്റർമിക്സ് ചെയ്യുന്നു ബൈ ദെയർ ഓൺ, അവർ സ്വയം എന്ത് ചെയ്യാണ്, ഇന്റർമിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ. ഇനി സോളിഡ്സിന്റെ കേസിൽ ഈ ഡിഫ്യൂഷൻ എങ്ങനെയായിരിക്കണം, വളരെ കുറവാണ് അല്ലെ. രണ്ട് സോളിഡുകൾ എടുത്ത് ഇന്റർമിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തല്ല, പോസിബിൾ അല്ല. സോ ഡിഫ്യൂഷൻ റേറ്റ് ഈസ് വെരി ലോ ഇൻ സോളിഡ്സ്. സോളിഡ്സിനകത്ത് ഡിഫ്യൂഷൻ റേറ്റ് എന്താണ്, വളരെ കുറവാണ്. ഇനി ലിക്വിഡ്സിന്റെ കേസ് എടുക്കുകയാണെന്ന് കരുതാം. രണ്ട് ലിക്വിഡ്സ് തങ്ങൾ ഡിഫ്യൂസ് ചെയ്ത് ചേർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അപ്പൊ ഡിഫ്യൂഷൻ റേറ്റ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഡിഫ്യൂഷൻ റേറ്റ് സോളിഡ്സിനേക്കാളും എന്താണ്, കൂടുതലാണ് എവിടെ എന്ന് പറയുന്നത്, ലിക്വിഡ്സിൽ എന്ന് പറയുന്നത്. കമ്പയർഡ് ടു സോളിഡ്സ് ഡിഫ്യൂഷൻ റേറ്റ് ഈസ് ഹൈ ഇൻ ലിക്വിഡ്സ്. കാരണം രണ്ട് ലിക്വിഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫ്യൂസ് ചെയ്ത് ചേർക്കാൻ സാധിക്കും. അവിടെ നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇനി അതുകൊണ്ട് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ക്യാൻ ഡിഫ്യൂസ് ഇൻ ടു ലിക്വിഡ്സ്. ഒരു സോളിഡിനെയും ലിക്വിഡിനെയും നമുക്ക് എന്തിൽ ഡിഫ്യൂസ് ചെയ്യാം, ലിക്വിഡിൽ ഡിഫ്യൂസ് ചെയ്യാം. മീൻസ് ഷുഗറിന്റെ സ്റ്റേറ്റ് എന്താണ്, സോളിഡ് സ്റ്റേറ്റ് ആണ്. നമുക്ക് അത് എന്തിൽ ഇട്ട് കൊടുക്കാം, വാട്ടറിൽ ഇട്ട് കൊടുക്കാന്ന് കരുതാം. നമ്മളൊരു എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുറച്ചൊരു പോർഷൻ അതിനകത്ത് എന്താകും, ഡിഫ്യൂസ് ആയി ചേരും. അപ്പൊ സോളിഡ് എവിടെ ആവുന്നുണ്ട്, ലിക്വിഡിൽ ഡിഫ്യൂസ് ചെയ്ത് ചേരുന്നുണ്ട്. അതേപോലെ രണ്ട് ലിക്വിഡ്സ് തങ്ങൾ, ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർമിക്സ് ചെയ്യാൻ സാധിക്കും. അപ്പം സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ക്യാൻ ഡിഫ്യൂസ് ഇൻ ടു ലിക്വിഡ്സ്. സോളിഡും ലിക്വിഡിൽ എന്താവുന്നുണ്ട്, ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ടു ഡിഫറെന്റ് മാറ്റർ ബൈ ദെയർ ഓൺ. അപ്പം ഇന്റർമിക്സിംഗ്, കൂടിച്ചേരുകയാണ്. രണ്ട് മാറ്ററിനകത്തെ പാർട്ടിക്കിൾസ് സ്വയമേ കൂടിച്ചേരുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ എന്ന്. ഡിഫ്യൂഷൻ റേറ്റ് സോളിഡ്സിൽ വളരെ കുറവാണ്. സോളിഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡ്സിൽ അത് കൂടുതലാണ്. അത്രയാണ് നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിൽ പറയാം. സോ അപ്പം നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് ഗ്യാസ് എന്ന് പറയുന്നത്. ഗ്യാസിനകത്ത് നമ്മൾ പാർട്ടിക്കിൾസിനെ എടുക്കുകയാണെങ്കിൽ അവർ തങ്ങളുടെ ഡിസ്റ്റൻസ് എന്തായിരിക്കണം, വളരെ കൂടുതലായിരിക്കണം അല്ലെ. ഇൻസൈഡ് ദ ഗ്യാസ് മാറ്റർ, ഗ്യാസ് എന്നൊരു മാറ്ററിലുള്ള പാർട്ടിക്കിൾസ് തങ്ങൾ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യണം, കുറയണം. അപ്പൊ ആ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞത് ഗ്യാസിന്റെ കാര്യത്തിൽ, അപ്പം ഈ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ കംപ്രസിബിലിറ്റി എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം അല്ലെ. കാരണം അത്രയ്ക്ക് ഡിസ്റ്റൻസ് ആ പാർട്ടിക്കിൾസിന് ഇടയിലുണ്ട്. അപ്പൊ അത്രയും ഡിസ്റ്റൻസ് അവരെ ക്ലോസ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ സാധിക്കും. ഈ കംപ്രസിബിലിറ്റി കൂടാന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് ഇടയിലെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം, കുറയണം. ഓക്കെ, അപ്പം ഈ കംപ്രസിബിലിറ്റി എന്താണ്, ഗ്യാസസിന് വളരെ കൂടുതലാണ്. അപ്പൊ അവർക്ക് ഫിക്സഡ് ആയിട്ട് എന്തില്ല, ഷേപ്പ് ഇല്ല, വോളിയവും ഇല്ലാത്തതാണ് എന്തെന്ന് പറയുന്നത്, ഗ്യാസ് എന്ന് പറയുന്നത്. ഫിക്സഡ് ആയിട്ട് ഷേപ്പും ഇല്ല, വോളിയം ഇല്ല. പക്ഷെ എന്തുണ്ട്, ഡെഫിനറ്റ് ആയിട്ട് ഒരു മാസ് ഉണ്ട് എന്തിന്, ഗ്യാസിനും. സോളിഡിനും ലിക്വിഡും ഗ്യാസിനും ഡെഫിനറ്റ് ആയിട്ട് എന്തുണ്ട്, മാസ് ഉണ്ട്. ഇനി നമ്മൾ സോളിഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഫിക്സഡ് ഷേപ്പ് വോളിയവുമാണുള്ളത്. ഇനി അത് നമ്മൾ ലിക്വിഡ്സിന്റെ കേസ് എത്തുമ്പോഴത്തേക്ക് ഷേപ്പ് എന്തല്ല, ഫിക്സഡ് അല്ല, പക്ഷെ വോളിയം ഉണ്ട്, മാസും ഉണ്ട്. ഇനി ഗ്യാസിന്റെ കാര്യം എത്തുമ്പോഴത്തേക്ക് ഷേപ്പും വോളിയവും എന്തല്ല, ഫിക്സഡ് അല്ല, പക്ഷെ മാസ് ഡെഫിനിറ്റ് ആണ്. ഇനി അതുകൊണ്ട് തന്നെ ഈ ഗ്യാസിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിനിടയിൽ ഡിസ്റ്റൻസ് കൂടുന്നത് കൊണ്ട് കംപ്രസിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഇനി അപ്പൊ ഡിഫ്യൂഷൻ റേറ്റ് എന്തായിരിക്കണം, ഈ രണ്ട് പാർട്ടിക്കിൾസ് തങ്ങളിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, അപ്പൊ അവർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ മറ്റൊന്നുമായിട്ട് ഇന്റർമിക്സ് ചെയ്യാൻ വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, സാധിക്കും. അപ്പൊ ഡിഫ്യൂഷൻ റേറ്റ് വെരി ഹൈ ഇൻ gases. Okay, that's the points related to solid, liquids and gases. അപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പം ഈ മാറ്ററിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് അവരെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറ്ററിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നത്. അത് ചെയ്തേക്കുന്നത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന ബേസിലാണ്. അപ്പൊ നമ്മൾ മാറ്ററിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻസൈഡ് ദ മാറ്റർ ദെയർ ഈസ് പാർട്ടിക്കിൾസ്. ഈ മാറ്ററിനുള്ളിൽ എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ബേസിലാണ് നമ്മൾ അതിനെ സോളിഡ് എന്നും ലിക്വിഡ് എന്നും ഗ്യാസ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോളിഡിനുള്ളിലാണെങ്കിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്,
അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ തങ്ങളുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു ഷേപ്പ് അതിനുണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഡിസ്റ്റിങ്ക്ട് ബൗണ്ടറീസുമാണ്. കംപ്രസിബിലിറ്റി എന്താണ്? നെഗ്ലിജിബിൾ ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ ഹൈ ആണ്. ഡിഫ്യൂഷൻ റേറ്റ് വളരെ ലോ ആണ്. അപ്പൊ ഡിഫ്യൂഷൻ റേറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റർ ബൈ ദെയർ ഓൺ. 2 ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള മാറ്ററിനകത്തെ പാർട്ടിക്കിൾസ് സ്വയമേ ഇന്റർമിക്സ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയാം. അപ്പൊ സോളിഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇന്റർമിക്സിംഗ് എന്തല്ല, പോസിബിൾ അല്ല. അതുകൊണ്ട് ഡിഫ്യൂഷൻ റേറ്റ് വളരെ കുറവാണ്. ഇനി നമ്മളത് ലിക്വിഡിന്റെ കാര്യത്തിലോട്ട് എത്തുമ്പം പാർട്ടിക്കിൾസ് തങ്ങളിലുള്ള അതിന് എന്ത് ചെയ്യുന്നു? സോളിഡിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് അത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് ആവുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് തങ്ങളുടെ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറച്ചും കൂടെ കൂടി. അങ്ങനെ ആകുമ്പോൾ ഡിഫ്യൂഷൻ മറ്റൊരെണ്ണത്തിനകത്തോട്ടും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഡിഫ്യൂസ് ചെയ്യാൻ അതിന് സാധിക്കും. അപ്പൊ ഡിഫ്യൂഷൻ റേറ്റ് കമ്പയർഡ് ടു സോളിഡ്സ് ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ് ഡിഫ്യൂഷൻ ഈസ് ഹൈ അല്ലെ. നമ്മൾ സോളിഡിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫ്യൂഷൻ റേറ്റ് എവിടെ കൂടുതലാണ്? ലിക്വിഡ്സിൽ കൂടുതലാണ്. അതേപോലെ സോളിഡും ലിക്വിഡിൽ എന്താകും? ഡിഫ്യൂസ് ചെയ്യും. അവർക്ക് ഫിക്സഡ് ആയിട്ട് എന്തില്ല? ഷേപ്പ് ഇല്ല. പക്ഷെ എന്തുണ്ട്? വോളിയം ഉണ്ട്, മാസും ഉണ്ട്. കംപ്രസിബിലിറ്റി എന്താണ്? കംപ്രസിബിൾ ആണ്, പക്ഷെ നോട്ട് മച്ച് ടു ദാറ്റ് ഓഫ് ഗ്യാസസ്. ഗ്യാസിന്റെ അത്രയും എന്തല്ല? കംപ്രസിബിൾ അല്ല. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാല് ഗ്യാസസിന്റെ കാര്യമാണ്. ഗ്യാസസിന് എന്തില്ല? ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പും ഇല്ല, വോളിയവും ഇല്ല, പക്ഷെ മാസ് ഉണ്ട്. കംപ്രസിബിലിറ്റി വളരെ കൂടുതലാണ് എന്തെന്ന് പറയുന്നത്? ഗ്യാസ്. കാരണം അതിനകത്ത് പാർട്ടിക്കിൾസ് തങ്ങളിൽ അത്രമേൽ ഡിസ്റ്റൻസ് ഉണ്ട്. കംപ്രസ് ചെയ്യാൻ മീൻസ് ഈ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യുന്നു? വീണ്ടും അടുത്ത് കൊണ്ടുവരുന്ന പ്രോസസ് നമ്മൾ എന്താണ്? കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ അത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത് കൊണ്ടുവരിക്കാൻ സാധിക്കും. അപ്പം കംപ്രസിബിലിറ്റി വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് LPG അല്ലെ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അപ്പം അത് ഗ്യാസ് ആയിരുന്നു. സിലിണ്ടറിൽ ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു? ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത്. അപ്പൊ കംപ്രസ് ചെയ്തിട്ടാണ് അതിനെ എന്ത് ചെയ്ത് നമ്മൾ ആ സിലിണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം കംപ്രസിബിലിറ്റി ഗ്യാസിന്റെ കേസിൽ എന്താണ്? വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡിഫ്യൂഷനും അവർ തങ്ങളിൽ അത്ര ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് മറ്റൊരു പാർട്ടിക്കിളുമായിട്ട് ഇന്റർമിക്സ് ചെയ്ത് ചേരാൻ വളരെ വേഗത്തിൽ എന്ത് ചെയ്യും? ഗ്യാസസിന് സാധിക്കും. അതുകൊണ്ട് ഡിഫ്യൂഷൻ റേറ്റും എന്താണ്? വളരെ ഹൈ ആണ്. അപ്പം ഒന്നും കൂടി അതൊന്ന് പറയാം. സോളിഡിനെ സംബന്ധിച്ചിട്ട് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, ഡിസ്റ്റിന്റ് ബൗണ്ടറീസ് ആണ്, ഫിക്സഡ് വോളിയം ഉള്ളതാണ് സോളിഡ്സ്. പക്ഷേ കംപ്രസിബിലിറ്റി എന്താണ്? നെഗ്ലിജിബിൾ ആണ്. ഇനി ലിക്വിഡ്സ്, അതുകൊണ്ട് തന്നെ നമ്മൾ സോളിഡ്സിനെ എന്തെന്ന് പറയും? റിജിഡ് എന്നാണ് പറയുന്നത്. ഇനി ലിക്വിഡിന്റെ കേസ് എത്തുവാണെങ്കിൽ അവർക്ക് എന്തില്ല? ഫിക്സഡ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല, പക്ഷെ എന്തുണ്ട്? വോളിയം ഉണ്ട്, മാസും ഉണ്ട്. സോളിഡും ലിക്വിഡിൽ എന്താകും? ഡിഫ്യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഗ്യാസസ്. ഗ്യാസിന്റെ കാര്യത്തിലാകുമ്പോൾ കംപ്രസിബിലിറ്റി എന്താണ്? വളരെ കൂടുതലാണ്. പിന്നെ ഡിഫ്യൂഷൻ റേറ്റും വളരെ കൂടുതലാണ്. ഇത്രയുമാണ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ച് എക്സെപ്ഷണൽ കേസ് നമ്മൾ സോളിഡിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. റബ്ബർ ബാൻഡും ഷുഗർ ഒരു ജാറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന കാര്യവും പിന്നെ സ്പോഞ്ചിന്റെ കാര്യം. അത് എക്സെപ്ഷണൽ കേസസ് ആണ്. റീസൺസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ നമുക്ക് എന്ത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനകത്ത് പറയാനുള്ളത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ സോളിഡ് ലിക്വിഡ് ഗ്യാസ്. ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് വി ആർ ക്ലാസിഫൈങ് മാറ്റർ ഇൻ ടു സോളിഡ് ലിക്വിഡ് ഗ്യാസ്. ആ മാറ്ററിന്റെ ഉള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ബേസിലാണ് നമ്മൾ അതിനെ എന്തെന്ന് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോളിഡിനകത്ത് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്പേസ് എന്താണ്? കുറവാണ്. സ്പേസ് കുറവ് മീൻസ് അടുത്തിരിക്കുന്നതിനനുസരിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടും. അടുത്താണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. കംപ്രസിബിലിറ്റി കുറവാണ്. ഡിഫ്യൂഷനും എന്താണ്? കുറവാണ്. കംപ്രസിബിലിറ്റി നെഗ്ലിജിബിൾ ആണ്. കുറവെന്നല്ല, നെഗ്ലിജിബിൾ ആണ്. ഇനി നമ്മൾ ലിക്വിഡ്സിലോട്ട് എത്തുമ്പം ഈ സോളിഡിനേക്കാളും കുറച്ചും കൂടി ഡിസ്റ്റൻസ് എവിടെ വരും? ലിക്വിഡ് പാർട്ടിക്കിൾസിനിടയിൽ വരുന്നുണ്ട്. ഇനി അതിനകത്ത് ഡിഫ്യൂഷൻ എന്താണ്? പോസിബിൾ ആണ്. ഡിസ്റ്റൻസ് പാർട്ടിക്കിൾസ് തങ്ങളുടെ ഡിസ്റ്റൻസ് സോളിഡിനേക്കാൾ കൂടുതലാണ്. ഡിഫ്യൂഷൻ പോസിബിൾ ആണ്. ഇനി ഗ്യാസ് പറയുമ്പോൾ ഡിഫ്യൂഷൻ വെരി ഹൈ ആണ് ഇതിനകത്ത് പറയുന്നത്, ഗ്യാസിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഹോട്ട് സിസ്ലിംഗ് ഫുഡ്സ്, ചൂടുള്ള ആഹാരത്തിന്റെ സ്മെല്ല് നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാറുണ്ട്? കിട്ടാറുണ്ട്. പക്ഷെ കോൾഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത്രയും സ്മെല്ല് കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ അടുത്ത് ചെന്നാൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈ ഡിസ്റ്റൻസ് പിന്നെയും എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഈ പാർട്ടിക്കിൾസ് എയറിൽ എന്താവും? മിക്സ് ആയിട്ട് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഹോട്ട് സിസ്ലിംഗ് ഫുഡിന്റെ സ്മെല്ല് നമുക്ക് വളരെ വേഗത്തിൽ കിട്ടുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ ടോപ്പിക്. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ? കവറപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.